BJP സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പുകൾ, അതായത് ഒന്ന് തദ്ദേശ തെരഞ്ഞെടുപ്പ്, അത് കഴിഞ്ഞ് വന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് നോക്കുമ്പോഴത്തേക്കും BJPക്ക് നേട്ടമുണ്ടായ സ്ഥലങ്ങൾ നിരവധി ഉണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അതിൽ എടുത്തു പറയേണ്ടത് തിരുവനന്തപുരത്ത് തന്നെയാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പിലും കോർപ്പറേഷൻ ഭരണം കിട്ടി. അതോടൊപ്പം തന്നെ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലും 2 MLA-മാരെ കിട്ടിയ സ്ഥലമാണ് തിരുവനന്തപുരം, ഏറ്റവും നേട്ടമുണ്ടാക്കിയ സ്ഥലം. ഇത് കൂടാതെ തന്നെ BJPക്ക് അപ്രതീക്ഷിതമായിട്ടുള്ള നേട്ടമുണ്ടാക്കിയ സ്ഥലമുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. അത് നിയമസഭാ തെരഞ്ഞെടുപ്പിലായാലും അതോടൊപ്പം തന്നെ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിലായാലും അത് മറ്റെവിടെയുമല്ല, കോഴിക്കോടാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യമായിട്ടുള്ള ഒരു കാര്യമെന്ന് പറയുന്നത്. അതായത് BJP സംബന്ധിച്ചിടത്തോളം ഒരു വലിയ മുന്നേറ്റമാണ് കോഴിക്കോട് ഇപ്പോൾ ഈ ഇടയായിട്ട് BJP ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. അത് തീർച്ചയായിട്ടും ഇടതുപക്ഷത്തെയും വലതുപക്ഷത്തെയും നല്ല രീതിയിൽ അലട്ടുന്നുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാണ്. അതിൽ തദ്ദേശ തെരഞ്ഞെടുപ്പ് നോക്കുമ്പോഴത്തേക്കും BJPയെ സംബന്ധിച്ചിടത്തോളം 7 സീറ്റിൽ നിന്നാണ് BJP അവിടെ കോർപ്പറേഷനിൽ 13 സീറ്റിലേക്ക് എത്തിയത്. അതായത് 6 സീറ്റിൻ്റെ വർധനമാണ് അവിടെ BJPക്ക് ഉണ്ടായതെന്നുള്ളത് നിർണായകമായി കാണേണ്ട കാര്യമാണ്. 2 അക്കം കടന്നിരിക്കുന്നു BJP കോഴിക്കോട് കോർപ്പറേഷനിൽ എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അവിടെ ഇടതുപക്ഷ കോട്ടയായിരുന്നിടത്ത് ഇടതുപക്ഷത്തിന് നല്ല രീതിക്കുള്ള സീറ്റ് കുറവാണ് അവിടെ ഉണ്ടായത്. 2020 51 സീറ്റുകൾ ഉണ്ടായിരുന്നിടത്ത് 34 സീറ്റുകളിലേക്ക് ചുരുങ്ങുകയായിരുന്നു അവിടെ കോർപ്പറേഷൻ ഭരണം. അവിടെ LDF നിലനിർത്തിയിട്ട് പോലും വലിയ തോതിലുള്ള ഇടിവ് അവിടെ LDFിനുണ്ടായി. അവിടെ UDFന് 26 സീറ്റുകളാണ്. BJPക്ക് അവിടെ 13 സീറ്റുകൾ നേടിയെടുക്കാനായിട്ട് 7-ൽ നിന്നും 13-ലേക്ക് എത്താനായിട്ട് അവിടെ BJPക്ക് സാധിച്ചു. ഇത് കൂടാതെ തന്നെ അവിടെ ഈ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പോലും BJPക്ക് അവിടെ വളരെ വലിയ നേട്ടമാണ് ഉണ്ടായത്. അതായത് കോഴിക്കോട് സൗത്ത് നോക്കുമ്പോഴും കോഴിക്കോട് നോർത്ത് നോക്കുമ്പോഴത്തേക്കും BJPയുടെ വോട്ട് ഷെയർ വളരെ വലിയ തോതിൽ കൂടി എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതിൽ കോഴിക്കോട് നോർത്ത് BJPയും 1-ാം സ്ഥാനം കിട്ടിയ വ്യക്തിയും തമ്മിൽ, അതായത് നവ്യ ഹരിദാസും 1-ാം സ്ഥാനം കിട്ടിയ വ്യക്തിയും തമ്മിൽ വെറും 10,000-ഓളം വോട്ടിൻ്റെ ഡിഫറൻസ് മാത്രമേ വന്നിട്ടുള്ളൂ എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതായത് BJPക്ക് അവിടെ 10,000-ഓളം വോട്ടുകൾ കൂടിയിട്ടുണ്ട് എന്നുള്ളതും മനസ്സിലാക്കേണ്ടത് അനിവാര്യം തന്നെയാണ്. ഇതിൽ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് കാണേണ്ട ഒരു വ്യക്തിയാണ് നവ്യ ഹരിദാസ് എന്ന് പറയുന്നത്. അതായത് കോഴിക്കോട് നിന്ന് അവിടെ കൗൺസിലറായി തിരഞ്ഞെടുത്തത്, അതായത് കോഴിക്കോട് കോർപ്പറേഷനിൽ നിലവിൽ കൗൺസിലറാണ് നവ്യ ഹരിദാസ്. 2025 തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അവിടെ വിജയിച്ച് കയറുകയുണ്ടായി. അത് കഴിഞ്ഞതിന് ശേഷവും കോഴിക്കോട് നിന്ന് നേട്ടമുണ്ടാക്കിയ ഒരു വ്യക്തിയാണ് നവ്യ ഹരിദാസ്. അതായത് ഈ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പോലും കോഴിക്കോട് നോർത്തിൽ നിന്നുകൊണ്ട് വളരെ വലിയ തോതിലുള്ളൊരു കുതിച്ചുചാട്ടം വോട്ടുകളിൽ ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചു. 40,000-ഓളം വോട്ടുകളാണ് അവിടെ നവ്യ ഹരിദാസ് നേടിയെടുത്തത് എന്നുള്ളതാണ് യാഥാർത്ഥ്യമായിട്ടുള്ളൊരു കാര്യം. 10,000 വോട്ടിൻ്റെ ഡിഫറൻസ് മാത്രമേ 1-ാം സ്ഥാനം കിട്ടിയ വ്യക്തിക്കും അതോടൊപ്പം തന്നെ 3-ാം സ്ഥാനത്ത് നിൽക്കുന്ന നവ്യ ഹരിദാസും തമ്മിൽ ഉണ്ടായിട്ടുള്ളൂ എന്നുള്ളതും യാഥാർത്ഥ്യമാണ്. അത് ശരിക്കും പറഞ്ഞാൽ ഇടതുപക്ഷം പോലും അവിടെ BJP ഇനി ജയിച്ചാലും അത്ഭുതപ്പെടാനില്ല എന്ന് പറയുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ എത്തി എന്നുള്ളതാണ് യാഥാർത്ഥ്യം എന്നുള്ളത്. അപ്പോൾ ഇതിൽ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് കാണേണ്ടതെന്ന് പറയുന്നത് BJPയുടെ ഒരു വളർച്ചയും അതോടൊപ്പം തന്നെ അവിടെ ഒരു വനിതാ സ്ഥാനാർത്ഥിയായിട്ട് അല്ലെങ്കിൽ ഒരു വനിതാ നേതാവായിട്ട് നവ്യ ഹരിദാസിൻ്റെ ഒരു കുതിപ്പുമാണ് അവിടെ ഏറ്റവും വലുതായിട്ട് എടുത്ത് കാണേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത്. കാരണം കോഴിക്കോട് തീർച്ചയായിട്ടും BJP നേട്ടമുണ്ടാക്കുന്നു അല്ലെങ്കിൽ മുന്നേറ്റമുണ്ടാകുന്നു എന്നുള്ളത് ഇതിൽ നിന്നും വ്യക്തമായി മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണ്. ഈ പോക്കാണെങ്കിൽ തീർച്ചയായിട്ടും ഇനി വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പ്, അതായത് ഇനി വരുന്ന അടുത്ത തദ്ദേശ തെരഞ്ഞെടുപ്പോട് കൂടി തന്നെ ഒന്നുകിൽ BJP കോഴിക്കോട് ഒരു പ്രതിപക്ഷമാകുന്ന തരത്തിലേക്ക് ഉയരുന്ന തരത്തിലോട്ട് സീറ്റുകൾ നേടിയെടുക്കാൻ സാധിക്കും, അല്ലെങ്കിൽ ഒരു അട്ടിമറി നേട്ടത്തിലൂടെ ഭരണത്തിലെത്താൻ പോലും സാധിക്കുന്ന തരത്തിലോട്ട് ചിലപ്പോൾ കാര്യങ്ങൾ എത്തിയേക്കാം നിലവിലത്തെ സാഹചര്യം. കാരണം ആ ഒരു തരത്തിലോട്ട് BJPയുടെ പ്രകടനം കോഴിക്കോട് വളരെ വലിയ തോതിൽ ചുരുങ്ങിയ കാലയളവ് കൊണ്ട് മികച്ചതാവുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇനിയുള്ള 5 കൊല്ലമാണ് കോഴിക്കോടിനെ സംബന്ധിച്ചിടത്തോളം BJPയുടെ പ്രവർത്തനങ്ങൾ ജനങ്ങളിലേക്ക് എത്രത്തോളം എത്തുന്നു, അത് എത്രത്തോളം സ്വീകാര്യത നേടുന്നു എന്നത് അടിസ്ഥാനമാക്കിയായിരിക്കും ഇനി വരുന്ന 5 കൊല്ലം കൊണ്ട് BJP നേടിയെടുക്കാൻ പോകുന്ന ഉയർച്ച എന്ന് പറയും. അതിൽ ഏറ്റവും കൂടുതൽ BJP ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടത് നവ്യ ഹരിദാസിനെ പോലുള്ള ഒരു വനിതാ നേതാവിനെ മുൻനിർത്തിക്കൊണ്ട് അവിടെ നടത്തുന്ന പോരാട്ടങ്ങൾ തന്നെയായിരിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കാരണം വയനാട് വന്ന് പ്രിയങ്ക ഗാന്ധിക്കെതിരെ മത്സരിച്ചുകൊണ്ട് തന്നെ നവ്യ ഹരിദാസ് വളരെ വലിയ തോതിൽ ജനങ്ങൾക്കിടയിൽ ചർച്ചയായ ഒരു വ്യക്തിയായി മാറിക്കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിനുശേഷവും തീർച്ചയായിട്ടും അവർ കോഴിക്കോട് നിന്നുകൊണ്ടുള്ള ആ ഒരു പ്രവർത്തന രീതികൾ, അത് ജനങ്ങൾക്കിടയിൽ എത്തിച്ചുകൊണ്ടുള്ള ആ ഒരു നീക്കങ്ങളൊക്കെ തന്നെയും വളരെ വിജയകരമായിട്ട് അത് സക്സസ് ആയിട്ടുണ്ട് എന്നതിൻ്റെ തെളിവാണ് അവിടെ അവർ കൗൺസിലറായി മാറിയതും. അതോടൊപ്പം തന്നെ ഈ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പോലും വളരെ ടൈറ്റ് ഫൈറ്റ് നടത്താനായിട്ടുള്ള തരത്തിലോട്ട്
തരത്തിലോട്ട് കാര്യങ്ങൾ മാറിയത്. ഒരു ത്രികോണ പോരാട്ടം നടക്കുന്ന തരത്തിലോട്ട് കോഴിക്കോട് നോർത്ത് മാറിയത് തന്നെ എന്നുള്ളത് എടുത്തു പറയേണ്ടത് അനിവാര്യമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. കാരണം 40,000 വോട്ടുകൾ നേടിയെടുക്കുക എന്ന് പറയുന്നത് അത്രത്തോളം ജനങ്ങൾക്കിടയിൽ ഒരു സ്വാധീനം ചെലുത്താൻ സാധിക്കുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ നേടിയെടുക്കാൻ സാധിക്കത്തുള്ളൂ എന്നുള്ളതും ഏറ്റവും കൂടുതൽ എടുത്തു മനസ്സിലാക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. അത് നവ്യയ്ക്ക് സാധിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇനി വരാൻ പോകുന്ന 5 കൊല്ലം കൊണ്ട് കോഴിക്കോട് വളരെ നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങൾ BJPക്കും നവ്യ ഹരിദാസിനെ പോലുള്ള പ്രവർത്തകർക്കും നേതാക്കൾക്കും അവിടെ സാധ്യമാക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിയാൽ വരുന്ന 5 കൊല്ലം കഴിയുമ്പോഴത്തേക്കും വരുന്ന തെരഞ്ഞെടുപ്പുകൾ, തദ്ദേശ തെരഞ്ഞെടുപ്പായാലും നിയമസഭാ തെരഞ്ഞെടുപ്പിലായാലും കോഴിക്കോട് നിന്ന് BJPക്ക് MLA-മാരുണ്ടാവുന്ന തരത്തിലോട്ട്, അതോടൊപ്പം തന്നെ നിലവിലത്തെ 13 കൗൺസിലർ എന്നുള്ളത് അതിലുപരി പോകുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുമെന്നുള്ളത് 100% വ്യക്തമാണ്. എന്തായാലും BJPയുടെ A ക്ലാസ് മണ്ഡലങ്ങൾ കൂടാതെ തന്നെയും BJPക്ക് ഒരു A ക്ലാസ് മണ്ഡലമായി മാറുന്ന തരത്തിലേക്ക് കോഴിക്കോട് നിലവിൽ മാറുന്നുണ്ട് എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയൊരു എക്സാമ്പിൾ തന്നെയാണ് ഈ കണക്കുകൾ എന്നുള്ളത് വളരെയധികം വ്യക്തമാണ്. ഇനി വരുന്ന 5 കൊല്ലം കൊണ്ട് എത്രത്തോളം BJPക്ക് അവിടെ പ്രവർത്തനങ്ങൾ വളരെ കാര്യക്ഷമമായിട്ട് നടത്തിയെടുക്കാൻ സാധിക്കുമെന്നത് അടിസ്ഥാനമാക്കി തന്നെയായിരിക്കും. അതോടൊപ്പം തന്നെ ഇടതുപക്ഷത്തിൻ്റെ ഒരു പതർച്ച വളരെ വലിയ തോതിൽ ഈ ഒരു തെരഞ്ഞെടുപ്പിലും കണ്ടതാണ്. അത് കോഴിക്കോട് അസംബ്ലി തെരഞ്ഞെടുപ്പിലും കണ്ടതാണ്. അതോടൊപ്പം തന്നെ ഈ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിലും കണ്ടതാണ്. ഭരണം നിലനിർത്താൻ സാധിച്ചെങ്കിൽ പോലും വളരെ വലിയ തോതിലുള്ള സീറ്റ് കുറവാണ് കോർപ്പറേഷനിൽ LDFന് സംഭവിച്ചിരിക്കുന്നത്. ഇത് ഇനി വരുന്ന 5 കൊല്ലം കൊണ്ട് ഈ ഒരു തരത്തിൽ വീണ്ടും കുറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇടതുപക്ഷം പരിപൂർണമായി തകരുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറും. അവിടെ പ്രതിപക്ഷ സ്ഥാനത്തേക്കോ അല്ലെങ്കിൽ ഭരണപക്ഷ സ്ഥാനത്തേക്കോ കയറിപ്പറ്റാനായിട്ട് ഏറ്റവും കൂടുതൽ സാധ്യതയുള്ളത് നിലവിലത്തെ സാഹചര്യത്തിൽ BJPക്കാണ് എന്നുള്ളതും എടുത്തു പറയേണ്ടത് അനിവാര്യം തന്നെയാണ്. എന്തായാലും കോഴിക്കോട് പോലുള്ള സ്ഥലത്ത് BJP നടത്തുന്ന ഈ ഒരു പോരാട്ടം അല്ലെങ്കിൽ ഒരു മുന്നേറ്റം തീർച്ചയായിട്ടും കണ്ടില്ല എന്ന് നടിക്കാൻ പറ്റാത്ത ഒരു കാര്യം തന്നെയാണ്. അത് വളരെ വലിയ തോതിൽ തന്നെ നവ്യ ഹരിദാസിനെ പോലെയുള്ള വനിതാ നേതാക്കന്മാർ വളരെ കൃത്യമായിട്ട് തന്നെ അത് മുന്നോട്ട് നയിക്കുന്നുണ്ട് എന്നുള്ളതും വളരെ വ്യക്തമായി മനസ്സിലാക്കേണ്ടത് അനിവാര്യം തന്നെയാണ്. ഇത് തുടർന്നും മുന്നോട്ട് കൊണ്ടുപോയാൽ തീർച്ചയായിട്ടും, അതായത് തെരഞ്ഞെടുപ്പുകൾ അടുത്തു വരുന്ന സമയത്ത് മാത്രമല്ലാതെ എല്ലാ കാര്യങ്ങളിലും ഇടപെട്ടുകൊണ്ട് ഈ 5 കൊല്ലം BJPയുടെ പ്രവർത്തനങ്ങൾ വളരെ വലിയ തോതിൽ ജനങ്ങൾക്കിടയിൽ എത്തിക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ ഏറ്റവും വലിയ തോതിൽ ഇനി വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പുകളിൽ കോഴിക്കോട് നിന്ന് പോലും നേട്ടമുണ്ടാക്കാൻ സാധിക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ എത്തുമെന്നുള്ളത് വ്യക്തമാണ്.